നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്താണെന്നറിയാം, അതായത് യുദ്ധം എവിടെയാണെന്നപ്പോൾ യുദ്ധം ഗൾഫിലല്ലേ, ഗൾഫിൽ യുദ്ധം നടക്കുന്നതിന് നമുക്ക് കേരളക്കാർക്ക് എന്ത് മണ്ണാങ്കാട്ടിയാണ് ഉണ്ടാവുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാം. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ടന്മാരാണ്. അതായത് ഇവിടെയുള്ള കുറേ മലയാളികൾക്കുള്ള ചൊറിച്ചലാണ്. എന്താണെന്നല്ലേ ഈ ഫേസ്ബുക്കിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ചേരി തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടികൾ. ഏതായാലും ഇതിപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാം, എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. കാരണം ഇവിടെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ വരാൻ പോകുന്നത്. അതായത് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ മലയാളികളാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. അതായത് മലയാളികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാഷ്ട്രം തന്നെ വേണം. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മലയാളികളുടെ ഒരു ജീവനോപാധി എന്ന് പറഞ്ഞാൽ ഗൾഫ് തന്നെയാണ്. ആ ഗൾഫിൽ നിന്ന് വരുന്ന പണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന സ്പ്രേയും അത്തറും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും തന്നെയാണ് മലയാളികൾക്ക് വേണ്ടത്. അല്ലാതെ മലയാളികൾക്ക് ഇവിടെ ഇനി എത്രത്തോളം സ്റ്റോർ തുറന്നു കഴിഞ്ഞാലും അതൊന്നും മലയാളികൾക്ക് വേണ്ട. ഇപ്പം അതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ കുടുങ്ങിക്കിടക്കുന്നു. ഇനിയിപ്പോഴും വീട്ടുകാർ ആരെങ്കിലും വരണമെങ്കിൽ 75,000 രൂപ ടിക്കറ്റ് വേണം. ഇതൊക്കെ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഉയ്യൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയെല്ലാം വേണ എന്ന് വിചാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴതാ ഹോട്ടലുകൾ അടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പഴയ വിറക് അടുപ്പുകൾ എല്ലാവരും റെഡിയാക്കി വെക്കുന്ന തിരക്കിലാണ്. അതായത് നമ്മളെല്ലാവരും പഴയ കൊറോണ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ പൊന്നു മക്കളെ, കൊറോണ കാലത്ത് നമുക്ക് ഗ്യാസിനൊന്നും പഞ്ഞൂലേ, പക്ഷേ ഇതങ്ങനെയൊന്നല്ല വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൻ്റെ അകത്ത് ഫേസ്ബുക്കിൽ വന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് യുദ്ധം ചെയ്യുന്ന ചില തമ്പ്രാക്കന്മാരോട് ഞാൻ പറയുകയാണ്, അതായത് നിങ്ങൾക്കല്ലേ എന്ത് കുന്താന്നറോ അറിയാം. അതിൻ്റെ അടിയിൽ കിടന്നിട്ട് മറ്റേ എന്നാ ആ വേട്ടാ വെളിയെത്തി, ഈ വേട്ടാ വെളിയൻ, ആ വേട്ടാ വെളിയൻ, ഇത് ഇന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവറ്റകൾക്ക് എന്തെങ്കിലും വല്ല ബോധമുണ്ടോ? പക്ഷേ ബോധം ഇപ്പോഴും വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ അറിയുക, ഫ്ലൈറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 75,000 മുതൽ 80,000 രൂപ വരെയായി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓരോ ആൾക്കാരും ഞെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ച് കിട്ടണമെന്ന് ഇപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാളെന്താണെന്നറിയാം, പൊട്ടിക്കട്ടെ നല്ലോണം പൊട്ടിക്കട്ടെ. നമുക്കെന്താ, നമ്മൾ കേരളത്തിലല്ലേ, നമ്മൾ സുഖല്ലേ. പണ്ടേതോ പറഞ്ഞ പോലെ ഈ പിന്നെ യുദ്ധം നടക്കുന്ന കാശ്മീരിലല്ലേ, നമ്മൾ കേരളത്തിലല്ലേ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാകേണ്ടത്, എവിടെ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പൈസക്കാരോ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് അത്താഴ പട്ടിണികളായ കുറേ പാവങ്ങളുണ്ട്. അവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിലും വരുന്ന വാർത്തകൾ എന്താ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അക്രമത്തിൽ പരിക്കേൽക്കോ അല്ലെങ്കിൽ അങ്ങനെ അധികം പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ടൂറിസ്റ്റുകളും മറ്റവരും വരുന്ന മേഖലയാണ്. അങ്ങനെയുള്ള മേഖലകളിൽ തൊഴിലുണ്ടാവില്ല. അവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോട് കൂടിയിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. കുറേ നാൾ കഴിഞ്ഞാൽ പറയും, മക്കളെ ഈടി ഇനി നിങ്ങൾ നിൽക്കണ്ട, കാരണം ചിലവും നിങ്ങൾ നിൽക്കാൻ പറ്റൂല, നിങ്ങളൊരു 3-4 മാസം ഇനി അവധി എടുത്തിട്ട് വാ എന്നൊക്കെ പറയാൻ വേണ്ടി കമ്പനി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയിപ്പോഴും പല കമ്പനികളും പറയാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. ഒരു 4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോളാം, ഇപ്പോഴും നിങ്ങൾ നേരെ നാട്ടിൽ പോയിക്കോളൂ എന്നാണ് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ മലയാളി സമൂഹം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മലയാളികളുടെ ജീവനോപാധി അല്ലെങ്കിൽ നമ്മുടെ വായു എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു സൗഭാഗ്യം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഒന്നുമല്ല, ഒരു മണ്ണാങ്കട്ടിയല്ല. ഗൾഫ് തന്നെയാണ് നമ്മുടെ സാധാരണക്കാരുടെ ജീവിതം ഇന്ന് കുറച്ച് ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വേണം. ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഏതോനും പോവാം, ഏതോനും അവിടെ കിടന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാം, അവിടുന്ന് കൊണ്ടുവന്നിട്ട് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. ആ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം പോയിരിക്കുകയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, ഇങ്ങോട്ടും വരാൻ കഴിയുന്നില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാതെ വലിയ തുക കൊടുത്ത് ഫ്ലൈറ്റിന് വരുന്നുണ്ട്. ചില ആൾക്കാരോട് കമ്പനികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ പൊന്നു മക്കളെ ഇപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, എല്ലാവരും പൊയ്ക്കോളൂ, ഇനി എവിടെയെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പൊയ്ക്കോളൂ. കാരണം എന്താ വെച്ചാൽ അവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളുടെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് യുദ്ധങ്ങൾ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക. ഇനിയെങ്കിലും അവിടെയും ഇവിടെയും പോയിട്ട് ചാടിക്കളിക്കാതെ ഏതവനെ ആക്രമിച്ചാലും അതുപോലെ ഏതവൻ ബോംബിട്ട് കഴിഞ്ഞാലും അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ തന്നെയാണ് അനുഭവിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഒരു കുഞ്ഞു പോലും അല്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും. അതുപോലെ തന്നെ വലിയ വലിയ ടീമുകളാണെങ്കിൽ ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം ഇതേപോലെയായാലും അവർക്ക് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവിടെ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട തൊഴിലാളികൾ,
അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാർ, പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ, ഇവരൊക്കെയാണ് കൃത്യമായിട്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളെ കണ്ടിട്ട് വൻ തുക മുടക്കിയിട്ട് ഇവിടെ ലോണും കാര്യങ്ങളും എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഹൃദയങ്ങൾ ഇങ്ങനെ പടക്കുന്നുണ്ടാവുകയാണ് ഇപ്പോഴും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ തുക, അവിടുത്തെ ജോലി, ഇതൊക്കെ കണ്ടിട്ടാണ് ഇവിടെ 10-40 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് വീട് വെച്ചിരിക്കുന്നത്. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടടവ് തെറ്റുമ്പോഴേക്കും ബാങ്ക് ഇടുന്ന ഇത് നിൽക്കത്തൊന്നുമില്ല. ബാങ്കുകാർ കൃത്യമായിട്ട് നോട്ടീസും കൊണ്ട് ഓടി വരുവായിരുന്നു. ഈ പറയുന്ന എടുക്കാൻ പോകുമ്പോഴുള്ള സ്നേഹമൊന്നും അത് പിന്നീട് ജപ്തി ചെയ്യാൻ പോകുമ്പോൾ കിട്ടത്തില്ല. നിങ്ങളൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും ഇതുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അവൻ തോക്കട്ടെ, ഇവൻ തോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കഴിയുകയല്ല വേണ്ടത്. ഇപ്പം മലയാളികളാണ് കഴിയുന്നത്. ഈ മലയാളികളാണ് എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെ എന്താ പറയേണ്ടത് അറിയാം, അവരിപ്പോഴും എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു ലോകത്താണ്. നമ്മൾ വേറെ ഒരാളുമില്ല, വേറെ ഒരു ആൾക്കാർ, വേറെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ അറിയുന്നതാണ്. പക്ഷെ മലയാളികൾക്ക് അങ്ങനെയല്ല. താൻ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, മറ്റവൻ അത് അനുഭവിക്കുന്ന എനിക്ക് കാണണം. അതാണ് മലയാളികളുടെ സ്വഭാവം. അതായത് നമ്മളിനി എത്ര ഇതുണ്ടെങ്കിലും ശരി, ഓൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ കാണുന്നവരാണ് നമ്മൾ ചില മലയാളികൾ. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പുഴുക്കുത്ത് കമൻ്റ് ഇടുന്ന ഓരോരോ മറ്റവന്മാരുണ്ട്. അവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവറ്റകളെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കി വെക്കണം, കണ്ടുവെക്കണം. ഇതൊക്കെ തീർന്നിട്ട് വേണം ഇവനെയൊക്കെ ഓരോരോ ആൾക്കാരെ ചൊട്ടി മോനെ ഇനി അങ്ങോട്ട് വാ എന്ന് പറയണം പറഞ്ഞ്. എന്നിട്ട് പണ്ട് ഇന്നസെൻറ്റിന് കൊടുത്ത പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയേണ്ടത്, മറ്റേ പരിക്ക് പറ്റി കിടക്കുമ്പോൾ ചെറ്റ വർത്താനം പറയുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റേ മാമുക്കോ ഒരു ഇത് ചെയ്തില്ലേ, ഒരു സമ്മാനം കൊടുക്കുന്നില്ലേ, അതുപോലെ ഒന്ന് വിളിച്ചു കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതാ വേണ്ടത്. അല്ലാതെ ഇവനൊന്നും വേറെ ഒരു മരുന്നുമില്ല അമ്മാതിരി ചെറ്റത്തടലിൽ എഴുതി വിടുന്നത്. അത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കിടന്ന് ഇതായിക്കോട്ടെ, എന്നാൽ മറ്റവൻ രക്ഷപ്പെടരുത്, അല്ലെങ്കിൽ മറ്റവൻ നല്ല രീതിയിൽ അനുഭവിക്കട്ടെ എന്നുള്ള തരത്തിൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോഴും ഗ്യാസിൻ്റെ ക്ഷാമം വരാൻ തുടങ്ങി. ഇനിയിപ്പോഴും ഹോട്ടലുകൾ പൂട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നഗരങ്ങളിലെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലുകൾ പൂട്ടും. പിന്നെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ അവർ നല്ല പ്രതിസന്ധിയിലാണ് അനുഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് മറ്റേ ഇലക്ട്രിക്കൽ സ്റ്റൗവെല്ലാം ഉണ്ടാകുമല്ലോ, പക്ഷേ അതും കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി കുറേ നാൾ കഴിയുമ്പോൾ എണ്ണക്കും വില ക്ഷാമവും അതിൻ്റെ പിന്നെ തീർന്നു നോക്കാതെ. കാരണം വിലക്കയറ്റം കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. കാരണം എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെല്ലാവരും യുദ്ധം തീരാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം എന്താ വെച്ചാൽ അവരവിടുന്ന് ഇവിടുന്നും ചെയ്തു കഴിഞ്ഞാലും ഇത് അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ് ഒരു കൂട്ടം. അതായത് കുറേ കാര്യങ്ങളൊക്കെ മലയാളികളാണ്. കാരണം മലയാളികൾക്ക് പണ്ടത്തെ പോലെ മുണ്ട് മുറുക്കി കൊടുക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ മലയാളികൾ എന്ന് പറഞ്ഞാൽ മുണ്ട് മുറുക്കി കൊടുക്കും. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനക്കാരാണെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുണ്ട് മുറുക്കി കൊടുത്ത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കും. പക്ഷെ മലയാളികൾക്ക് അത് പറ്റൂല. കാരണം എന്താ, ഇവിടെ വലിയ വലിയ സൗധങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും മലയാളികൾക്കുണ്ട്. ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. മലയാളികൾക്ക് എവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയവനാകണം എപ്പോഴും. അതുകൊണ്ട് അവൻ കടം വാങ്ങിച്ചിട്ടായാലും എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ്. നന്ദി, നമസ്കാരം.